ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചൈറ്റ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നേ. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ്. ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് വീടൊക്കെ അടിപൊളിയാക്കി ഇടണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് മോൻ്റെ ബെഡ്റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട് ഞാൻ ക്ലീനാക്കി വരുവാണ്. എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ നിന്നാൽ നമ്മൾ ടയേർഡായി പോകത്തില്ലേ. അപ്പോൾ ഓരോ ദിവസമായിട്ട് നമ്മൾ ഓരോ പാർട്ട് ക്ലീൻ ചെയ്ത് വരുവാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ക്ഷീണമൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു മോൻ്റെ ബെഡ്റൂമിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ബെഡ്റൂമിലുണ്ടായിരുന്ന പിന്നെ മോൻ്റെ പില്ലോസ് ഉണ്ടല്ലോ, ആ പില്ലോസും അവൻ പുതയ്ക്കുന്ന പുതപ്പും ഒക്കെ ഒന്ന് എടുത്ത് അപ്പുറത്തെ റൂമിലോട്ട് കൊണ്ടുവയ്ക്കുവാണ്. അങ്ങനെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. നമുക്ക് കുറച്ച് വായു സഞ്ചാരമൊക്കെ വേണ്ടല്ലോ. അതിന് മുന്നേ ഞാനൊന്ന് പാട്ട് അവിടെ സെറ്റാക്കിയിട്ട്, എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ പാട്ടൊക്കെ സെറ്റാക്കിയിട്ടാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് വന്നത്. പിന്നെ ഈ കട്ടനൊക്കെ ഞാൻ എടുത്തിട്ട് കൈയോടെ തന്നെ കഴുകാനിട്ട് കേട്ടോ. അതിനുശേഷമാണ് ക്ലീനിങ്ങിന് നിന്നത്. കാരണം വേറെ കട്ടയില്ല കേട്ടോ. രാത്രി ഈ കട്ടയില്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെട്ടം ഫുള്ളായിട്ട് ഇങ്ങോട്ട് അടിക്കുക. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ കഴുകാനിട്ടു. ഇത് പെട്ടെന്ന് ഉണങ്ങുന്ന കട്ടനാണ്, അങ്ങനെ ഭയങ്കര കട്ടിയുള്ള കട്ടനല്ല, കട്ടി കുറഞ്ഞ കട്ടൻ. ഞാനൊരു 4 എണ്ണം ചേർത്താണ് ഇട്ടിരിക്കുക. നമ്മുടെ റൂമിൽ കിടക്കുന്ന കട്ടനും കൂടി ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 കട്ടനായതുകൊണ്ട് നല്ല കട്ടിക്ക് കിടന്നുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു നിഴലിങ്ങ് അടിക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു കട്ടനും കൂടി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ വേറെ കട്ടനായിട്ടിരിക്കുന്നത്, അവിടെ കുറച്ച് നല്ല കട്ടിയുള്ള കട്ടനായിട്ടിരിക്കുന്നത്. കാരണം നമ്മളവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര വെട്ടമാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിലെ ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് കട്ടിയുള്ളത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വാഷ് ചെയ്യാനിട്ടു. പിന്നെ ആ ഒരു ഇത് എടുത്തപ്പോഴാണ് ഞാൻ കാണുന്നത് വെട്ടം ഭയങ്കരമായിട്ട് ഞാൻ അടിക്കുന്നുണ്ട്. ഞാൻ അന്നേരം വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ എഡിറ്റ് ചെയ്യാതിരുന്നപ്പോഴാണ് അറിയുന്നത്. ആ ഒരു വെട്ടം കാരണം വീഡിയോ ഭയങ്കര ഇറിറ്റേഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു മൊസ്കിറ്റോ വരെ നെറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും എടുത്ത് മാറ്റി. അതിൽ നല്ല രീതിയിൽ വലയും പൊടിയും ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് വേണ്ടി ഇട്ടാൽ മതി എന്ന് വെച്ചാൽ അതും എടുത്ത് മാറ്റി. പിന്നെ ഞാൻ ആ ഒരു സൈഡിലാണ് എൻ്റെ ബാഗ്സൊക്കെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്, ഒരു ഹൂക്ക് വെച്ചിട്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ 2 ജനലും ഞാൻ അങ്ങനെ തുറക്കാറില്ല. ഈ ഒരെണ്ണം മാത്രമേ തുറക്കാറുള്ളൂ. ഇങ്ങനത്തെ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നില്ലേ, ആ ഒരെണ്ണം മാത്രമേ ഞാൻ തുറക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റേ 2 ജനലും അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നേ. ഞാൻ മൂക്കമൊക്കെ കവർ ചെയ്ത് എൻ്റെ എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് കണ്ണിൽ ഞാനൊരു ഗ്ലാസ്സും ഒരു പ്ലെയിൻ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അന്ന് ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കണ്ണ് ഭയങ്കര ചൊറിച്ചിലായിരിക്കും, അതുപോലെ തന്നെ നല്ല തുമ്മലും ആയിരിക്കും കേട്ടോ. ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാനൊന്ന് ഞങ്ങളുടെ റൂമിലോട്ടൊന്ന് പോയി നോക്കിയപ്പോൾ ഇക്ക അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടേ. ഞാൻ പിന്നെ അത് വേണ്ടാമെന്നൊന്നും പറഞ്ഞില്ല, ചെയ്യുന്നിടത്തോളം ചെയ്യട്ടെ വെച്ച്. ഇക്ക അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ ആളിനൊരു മോട്ടിവേഷൻ തോന്നി ഞങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ റൂം ഇക്ക ക്ലീൻ ചെയ്തോളും, ഞാനിവിടെ മാത്രം ക്ലീൻ ചെയ്താൽ മതി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ജനലാണ് കേട്ടോ ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം മുകളിൽ നിന്ന് ക്ലീൻ ചെയ്യുക, അതിനുശേഷം താഴേക്ക് വാ, അങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ആദ്യം തന്നെ ഒന്ന് ഫാനൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ വലയൊക്കെ ഒന്ന് അടിക്കാനായിട്ടാണ് നിന്നത്. എൻ്റെ ഈ കയ്യിൽ ഈ ഒരു മോപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണേ. നമുക്കങ്ങനെ പണ്ടത്തെ പോലെ അങ്ങ് ഈ സ്റ്റൂളൊന്നും ഇട്ട് മുകളിൽ കയറി നിന്ന് അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. നമുക്കിവിടെ നിന്ന് തന്നെ നല്ല നീളമാണല്ലോ, അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അത് വെച്ചിട്ട് തന്നെ വലയും പൊടിയും ഒക്കെ അടിച്ച് കളയാനായിട്ടും പറ്റും. ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെപ്പോഴും മുകളിൽ നിന്ന് താഴേക്കായിരിക്കണം ക്ലീൻ ചെയ്യാനായിട്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ ക്ലീൻ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മുകളിലത്തെ പൊടി ഫുള്ളായിട്ട് വീണ്ടും താഴേക്ക് വീഴും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ആദ്യം ചെയ്തിട്ട് താഴോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി അങ്ങനെ വീഴുന്നതൊക്കെ ഒഴിവാക്കാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ്, ഇത് നമ്മുടെ ആ ഒരു ബാത്റൂമിൻ്റെ സൈഡാണേ. അവിടെ പൊടി അങ്ങനെ ഇല്ല, പക്ഷേ ഈ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ അതിങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അതിങ്ങനെ അടിച്ച് വാരുമ്പോഴും അല്ലാതെ നമ്മൾ ഡസ്റ്റ് ചെയ്യുമ്പോഴും വെറുതെ ഇങ്ങനെ ചാരി എന്നാൽ പോലും ഇങ്ങനെ വീഴും കേട്ടോ. ആ ഒരു പെയിൻറ്റ് അത്ര പോരെന്നാണ് തോന്നുന്നത്. അതോ ഇനി വെള്ളം നനഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു സൈഡിലെ പെയിൻറ്റ് ഫുള്ളായിട്ടും പോകുന്നുണ്ട്. ഈ ടേബിളിൽ കുറേ സാധനങ്ങളുണ്ടായിരിക്കും, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടൊക്കെ. അപ്പോൾ ഇതിന്ന് കുറേ സാധനങ്ങൾ ഡീക്ലട്ടർ ചെയ്യാൻ ഉണ്ടാവും. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ കേട്ടോ. എന്ന് വന്നിട്ട് മിക്കവാറും ഒരു ബഹളം ഉണ്ടാവും, അവനെല്ലാം ആവശ്യമുള്ളതാണെന്ന് പറയും. ഞാനെടുത്ത് കളഞ്ഞതൊക്കെ മിക്കവാറും തിരക്കി വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനെല്ലാം ഒന്നെടുത്ത് കളയത്തില്ല, മിക്കുള്ള സാധനങ്ങളും എടുത്ത് ഇവിടെ വെളിയിൽ കൊണ്ട് വെച്ചിരിക്കും കേട്ടോ. അവൻ എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്. ആവശ്യമില്ലാന്ന് കണ്ട സാധനങ്ങൾ മാത്രമേ എടുത്ത് കളയാറുള്ളൂ. പക്ഷെ നമ്മളെടുത്ത് കളഞ്ഞാൽ അതെല്ലാം അവർക്ക് ഉപയോഗമുള്ളതായിരിക്കേ. ഇക്കത് അവിടെ ഭയങ്കര ക്ലീനിങ്ങിലാണ്. പിന്നെ ഇക്കാക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും എടുക്കാൻ പോയില്ല. ഞാൻ ആ സമയം കൊണ്ട് മോൻ്റെ ആ ഒരു ടേബിൾ ക്ലീൻ ആക്കുമായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ തോന്നിയതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. എടുത്ത് കളഞ്ഞിട്ടില്ല, ഒരു കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. അവൻ വന്ന് കാണിച്ച് അവൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നിയ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം അവിടെ വീണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോഴും നമ്മൾ ഈ ഡസ്റ്റൊക്കെ അടിച്ചപ്പോഴത്തേക്കും ആ ബെഡ്ഷീറ്റിലോട്ട് ഫുള്ള് ഡസ്റ്റും പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ
ബെഡ്ഷീറ്റ് ഒന്ന് കഴുകാനായിട്ട് എടുത്ത് മാറ്റുവാണ്. ഞാനിതുപോലെ എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റുന്നത്. അതിനുശേഷം അടിച്ച് വരത്തുള്ളൂ. അതാകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബെഡിലോട്ടാവത്തില്ല, ഈ ഒരു ബെഡ്ഷീറ്റിലോട്ട് മാത്രമേ ആവത്തുള്ളൂ കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ കഴുകാനായിട്ട് ടെൻഷൻ വന്ന് ഞാൻ മിററൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. മിററിൽ നമ്മളിപ്പോൾ ഈ ഡസ്റ്റ് അടിച്ചില്ലേ, ആ സമയത്ത് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ആ ഒരു കബോർഡ് ഉണ്ടല്ലോ, കബോർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കോളിനാണ് യൂസ് ചെയ്യുന്നത്. കോളിനല്ല, എൻ്റെ തന്നെ വേറൊരു കമ്പനി പേര് ഞാൻ മറന്നുപോയി. അതുപോലെ ഈ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ്, ആ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ക്ലീൻ ആക്കുന്നത്. ഈ ഒരു കബോർഡും അത് വെച്ചിട്ട് തന്നെ കേട്ടോ. നല്ല മണമാണ്, എനിക്കിത് എൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടി തറയിലേക്ക് ഇടും. എന്നിട്ട് ലാസ്റ്റ് അടിച്ച് വരുന്ന സമയത്താണ് ഇതെല്ലാം കൂടി തൂത്ത് ഞാൻ വെളിയിൽ കൊണ്ടുപോയിട്ട് എടുക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യണേ. ചിലരൊക്കെ അവർ സെറ്റായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഈ വേസ്റ്റൊക്കെ എടുത്ത് കവറിനകത്ത് ആദ്യമേ തന്നെ ആക്കിയിടുന്നവരൊക്കെ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൂടി തറയിലിടും. എന്നിട്ട് ലാസ്റ്റ് അടിച്ച് വാരിക്കൊണ്ട് കളഞ്ഞ് കത്തിക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ കത്തിക്കും. അല്ലാത്ത ഈ പേപ്പറും പ്ലാസ്റ്റിക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പേപ്പറൊക്കെ കത്തിക്കും, പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് ഹരിതകർമ്മസേന വരും കേട്ടോ. അപ്പോൾ അവർക്കാണ് എടുത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിങ്ങനെ ടൈം ലാപ്സിലിട്ട് അടിച്ച് പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇതിൻ്റെ 1 മണിക്കൂറത്തെ പ്രയത്നമാണ് ഈ റൂം ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്ത് തീർന്നത്. നമ്മൾ വീക്കിലി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വരുവാണെങ്കിൽ ഡീപ്പ് ക്ലീൻ ഭയങ്കര ഈസി ആയിരിക്കും. ഞാൻ സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ജനലിൻ്റെ അവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളാവുന്നു കേട്ടോ. കഴിഞ്ഞ നോമ്പിൻ്റെ ആ ഒരു സമയത്ത് ക്ലീൻ ചെയ്തത്, പിന്നെ അന്വേഷണം ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അത് കാരണം എനിക്ക് ഇത്രയും ഒരു പൊടി വന്നിട്ടുണ്ടായിരുന്നത്. റോഡ് സൈഡ് വീടാകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ ഈ പൊടി. നമ്മൾ എത്രയൊക്കെ നീറ്റാക്കി ഇട്ടാലും, നമ്മൾ എത്രയൊക്കെ ഡസ്റ്റിങ് ചെയ്താലും പൊടി അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. ഞങ്ങളുടെ പഴയ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ ഇവിടെ വന്നിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ കാറും ബസ്സും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു പൊടി ഫുള്ള് നമ്മൾ വീട്ടിലോട്ടാണ് അടിച്ച് കയറുന്നത്. നമ്മൾ ഈ 2ാമത്തെ നിലയും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയുണ്ട്. ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും ആ ഒരു പൊടിക്കൊരു കുറവും വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടി ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അടിച്ച് കളയാറുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓണത്തിന് ക്ലീനിങ് തുടങ്ങിയെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ ഇപ്പോൾ ഈ റൂമിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ റൂം ആവശ്യമില്ല, ഹാളും ക്ലീനാണ്. ഇനി കിച്ചണും കൂടിയാണ് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. കിച്ചണും കുറച്ച് നല്ല പരിപാടി ഉണ്ട് കേട്ടോ. എനിക്ക് കബോർഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ 1-2 പാറ്റയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹിറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. നമ്മൾ എത്രയൊക്കെ വീക്കിലി ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് കബോർഡ് ക്ലീൻ ചെയ്യാനായിട്ടും നല്ല ജോലി ഉണ്ടാവും കേട്ടോ. എൻ്റെ കാര്യം അങ്ങനെയാണ്. എനിക്ക് കബോർഡ് പെട്ടെന്നങ്ങ് അലമ്പാവുന്നൊരു ഇതാണ്, പെട്ടെന്നങ്ങ് ക്ലട്ടേർഡ് ആവും. പിന്നെ അത് നല്ല രീതിയിൽ എനിക്ക് ജോലി എടുത്താൽ മാത്രമേ അത് ശരിയാക്കി എടുക്കത്തുള്ളൂ. ആ താഴത്ത് നമ്മളെപ്പോഴും പാത്രങ്ങൾ കൊണ്ടുവയ്ക്കുന്നില്ലേ, അവിടെ നമുക്ക് ഈ ബോക്സ് ടൈപ്പല്ല, ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ആ ഒരു പോലെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ ക്ലട്ടേർഡ് ആവും. അതുകൊണ്ട് എനിക്ക് അവിടെ നല്ല പണിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ റൂമൊക്കെ അടിച്ച് വാരി നല്ലവിടെ തുടച്ചപ്പോഴത്തേക്ക് ഞാൻ പുൽത്തൈലവും കൂടി ഇട്ടാണ് തുടയ്ക്കുന്നത്. നല്ല സ്മെല്ലാണ്. പുൽത്തൈലം യൂസ് ചെയ്യുന്നവർക്കറിയാം, നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ തോന്നത്തില്ല. അത്രയ്ക്കും നല്ലൊരു സ്മെല്ലാണ്. വീട് ഫുള്ളായിട്ട് ഒരു സ്മെല്ല് നിൽക്കുക. കുറച്ച് സമയത്തേക്കും അല്ല. ഈ പുൽത്തൈലം എന്ന് വെച്ചാൽ എനിക്കിത് ആ ഒരു ഡേ ഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നമ്മൾ തുടയ്ക്കാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഷ് ബേസ് കഴുകിയിട്ട് അവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഒരു പുൽത്തൈലത്തിൻ്റെ സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പുൽത്തൈലത്തിൻ്റെ സ്മെല്ല്. വേറെ എനിക്കങ്ങനെ സ്മെല്ലൊന്നും വലിയ ഇഷ്ടമുള്ള സംഭവമല്ല, പക്ഷേ ഈ പുൽത്തൈലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറ്റി റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ റൂമിന് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ക്ലീന് ഭയങ്കര അടക്കും ചിട്ടയും കൂടെ കിടക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഈ ഒരു ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. റൂമൊന്ന് നീറ്റ് ആയതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ വേറെ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും അങ്ങനെ റൂമിൽ വെക്കുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കര പാടാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് ഡസ്റ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിനിമലായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ റൂമിലായാലും വീട്ടിലായാലും ഒക്കെ വെക്കുന്നത്. ഒരുപാട് ഇങ്ങനെ പല ഇങ്ങനെ നമ്മൾ ഈ വീട്ടിൽ ഭംഗി കൂട്ടാൻ വേണ്ടി അതുമൊക്കെ കൊണ്ടുവയ്ക്കും. എനിക്ക് അങ്ങനത്തെ പരിപാടികളില്ല. എനിക്കത് ഇഷ്ടമില്ല എന്നല്ല, പക്ഷേ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പൊടിയടിക്കാതൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മിനിമലായിട്ടുള്ള സാധനങ്ങൾ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ റൂമൊക്കെ സെറ്റായി. നിങ്ങളും ഓണം ക്ലീനിങ് തുടങ്ങിയോ അതോ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുവാണോ പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു കൊണ്ടേ എന്നെ കാണാതിരിക്കും. ബൈ.